റെന ഫാത്തിമ ഇതുവരെ നമ്മൾ കണ്ട പോലത്തെ കണ്ടസ്റ്റന്റുകളല്ല. സാധാരണ പ്രായം കുറഞ്ഞവർക്കൊക്കെ അത്ര വലിയ മെച്യൂരിറ്റി ഒന്നും ബിഗ് ബോസിൽ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ റെന അങ്ങനെയൊന്നും അല്ലെന്നാണ് ഇന്നത്തെ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഷാനവാസിനിട്ട് കൊടുക്കാനുള്ള സാധനം കൃത്യമായി റെന കൊടുക്കുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട്. എന്താണ് വിഷയം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? 10:45 മുതൽ ഇപ്പൊ 12 മണി കഴിഞ്ഞു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പണിപ്പുരയുമായി ബന്ധപ്പെട്ട ടാസ്കും അതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുമാണ്. പണിപ്പുരയ്ക്കകത്ത് പോകാൻ വേണ്ടി ആരെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിന്റെ കുറച്ച് നിബന്ധനകളും ആരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉപയോഗം ഉണ്ടാകും എന്നുള്ള ഹൗസിലുള്ള പൊതുവെയുള്ള ചർച്ചകളുമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ലൈവ് അപ്ഡേറ്റിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അപ്പോൾ റെനയും ഷാനവാസുമായിട്ടുള്ള ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. റെന പറയുന്നത് ചുമ്മാതെ കച്ചറ ഉണ്ടാക്കാൻ പോകുന്നത് ആരാണ്? ഷാനവാസിക്കയാണ്. ആരടുത്ത്? രതീഷിന്റെ അടുത്ത്. രതീഷ് എന്ന് അനീഷിന്റെ അടുത്ത് പിറകെ നടന്ന് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പിന്നാലെ നിങ്ങൾ പൊയ്ക്കോ. അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനീഷിന്റെ പിന്നാലെ മാത്രം പോകേണ്ട കാര്യം എന്തുവാ? അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കച്ചറ അനീഷിന്റെ കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് പറയുന്നു. ഷാനവാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ സാധനം തിരിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടല്ലോ, എൻ്റെ ഒപ്പീനിയൻ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരോടും കാണിക്കുന്നുണ്ട്, എല്ലാവരുടെയും പിറകെ പോകുന്നുണ്ട്. അങ്ങനെ അല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന അനീഷിന്റെ പിറകെ, അനീഷ് എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അയാളുടെ മണ്ടേ കയറാനാണ് പോകുന്നത്. അയാളുടെ മണ്ടേ കയറണ്ട എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവരുടെയും മണ്ടയിൽ നിങ്ങൾ ഒരുപോലെ പോയി കയറ്, എങ്കിൽ പ്രശ്നമില്ല. ഇത് അയാളെ വെച്ച് മാത്രം പിടിച്ചുകൊണ്ട് കറക്കി കച്ചറയാണ് നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തുക എന്ന് പറയുന്നു. ഇത് പറയുന്ന സമയത്ത് അഭിലാഷുണ്ട്, അതുപോലെ തന്നെ അപ്പാനി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, അക്ബർ ഉണ്ട്, ഷാരികയുണ്ട്, ഷാനവാസ് ഉണ്ട്. എല്ലായിടത്തും കൂടിയിട്ടാണ് ഈ പറഞ്ഞത്. ഷാനവാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അക്ബറും അപ്പാനിയൊക്കെ ഇടപെട്ടിട്ട് സംസാരിക്കാൻ നോക്കുമ്പോഴത്തേക്കും റെനയുടെ ഒപ്പീനിയൻ വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. എനിക്കിതാണ് പറയാനുള്ളത്. വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും കാണിക്കരുത്. അനീഷിന്റെ കേസിൽ ഇവിടെ ഷാനവാസ് കാണിക്കുന്നത് ഓവറാണ്. ഒരു പൊടിക്കൊക്കെ ആവാം, അയാളെ എടുത്തിട്ട് ഒടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പം ഓവർ പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ അയാളെടുത്ത് നിങ്ങൾ എന്തിനാണ് പോയി പ്രതികരിക്കുന്നത്? നിങ്ങൾക്ക് പ്രതികരിക്കാം, ആവശ്യമില്ലാത്ത സമയത്ത് പോയി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം ട്രിഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ട്രിഗർ ആവാതിരിക്കുക. നിങ്ങൾ ട്രിഗർ ആവുകയും ചെയ്യുന്നു, ട്രിഗർ ആക്കുകയും ചെയ്യും. ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താ? അപ്പോൾ അനീഷ് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അനീഷ് ഒതുങ്ങും. ഇനി അഥവാ അനീഷ് എന്തെങ്കിലും മിണ്ടാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൈലന്റ് ആവ്, അതവിടെ തീരും. നമ്മൾ അയാളുടെ കൂടെ വഴക്കുണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കോണ്ടന്റ് ഉണ്ടായി അയാളെ അവിടെ ജയിക്കൂ. ഇത് പുറത്തു പോകുന്ന ഔട്ട്പുട്ട് വേറെ രീതിയിലാണ്. നിങ്ങൾ ഒരാളെ പിറകെ മാത്രം നടക്കുമ്പം അത് വെറുപ്പീരാണ്, അത് ബോറാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന റെന വളരെ സൂപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നും പറയാനില്ല കേട്ടോ. 19 വയസ്സേ ഉള്ളൂ. ആ കണ്ടസ്റ്റന്റിന്റെ ഒരു വിവരവും ബോധവുമാണ് എനിക്ക് മനസ്സിലാവുന്നത്. സൂപ്പർ, ഒന്നും പറയാനില്ല ലൈവില്. പിന്നീട് ഇവർ ഫുഡ് കഴിക്കുന്നു, കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പലയിടത്തും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടാണ് പണിപ്പുര ടാസ്ക് 1 വരാൻ പോവുകയാണ്. ഒരാഴ്ചയിൽ 2 ടാസ്ക് ആണ് തരുന്നത്. 2 ടാസ്ക് അല്ല, 2 തവണയാണ് ബിഗ് ബോസ് അതിനകത്ത് പണിപ്പുരയ്ക്കകത്ത് കയറാൻ പറ്റുന്നത്. നോമിനേറ്റഡ് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പണിപ്പുരയ്ക്കകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇന്നലെ രാത്രി ആദിലയും നൂറയും കൂടി, ഇന്നലെ രാത്രി എടുത്ത 12 മണി ചർച്ചയിൽ ആദിലയും നൂറയും കൂടെ നമുക്ക് വിടാം. കാരണം ഇവർ 2 പേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആണല്ലോ. 2 പേരെ മാത്രമേ അകത്ത് വിടാൻ പറ്റത്തുള്ളൂ. 2 കണ്ടസ്റ്റന്റിനെ മാത്രമേ അകത്ത് പണിപ്പുരയ്ക്കകത്തോട്ട് വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആദിലയും നൂറയും ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ആദിലയും നൂറയും സെലക്ട് ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഇവർ 2 പേർക്കും എന്ത് ചെയ്യാം, ഈ ബിഗ് ബോസ് ഈ പണിപ്പുരയ്ക്കകത്ത് പോവാം. പിന്നെ വേറൊരാളെ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 3 പേർക്ക് പോകും. അത് ഈ സീസണിനകത്ത് ഇവർ 2 പേര് വന്നതുകൊണ്ടുള്ള ഉപയോഗമാണ്. അങ്ങനെയെങ്കിലും ബുദ്ധിയോടെ സംസാരിച്ചല്ലോ. ഈ ബുദ്ധി ഇന്നലെ പറഞ്ഞത് ഈ പറയുന്ന വേറെ ആരുമല്ല, നമ്മുടെ ആദിൽ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ 2 പേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 പേർക്കും കൂടി അകത്ത് പോകാൻ പറ്റും. ഈ സാധനം ലിവിംഗ് റൂമിൽ പറയുന്നു. അപ്പൊ ഏകകണ്ഠമായ തീരുമാനം എടുക്കാനാണ് അവർ നോക്കുന്നത്. ബിഗ് ബോസ് ഭൂരിപക്ഷമായ തീരുമാനം ചോദിക്കുമ്പോൾ ഇവർ ഏകകണ്ഠമായ തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നു. അപ്പം അത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊക്കെ നിങ്ങളാണോ അപ്പാനി ഇതൊക്കെ തീരുമാനിക്കുന്നത്, എങ്കിൽ ഇവിടെ ടാസ്കിന് ആളുണ്ട്, ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അവരെല്ലാവരും കൂടി അക്ബറിനെയും ആദിലെയും നൂറയും കൂടിയാണ് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ആദിലെ നൂറ ഒറ്റ കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പം നമുക്ക് കിട്ടിയത്. ഓൾറെഡി നമുക്കത് മുന്നേ അറിയായിരുന്നു. ആ ഹൗസിലുള്ള പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനെ തുടർന്നുകൊണ്ട് അനീഷ് പിന്നീട് നേരെ
നമ്മുടെ ആതിരയുടെ നൂറയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ 2 കണ്ടസ്റ്റന്റ് അല്ല ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളെ 2 ആയിട്ടേ കാണത്തുള്ളൂ. ബിഗ് ബോസ് വേണമെങ്കിൽ നിങ്ങൾ 1 ആയിട്ട് കണ്ടോട്ടെ, ഞാൻ 2 ആയിട്ടേ കാണത്തുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് 2 പേർക്കും 2 വ്യക്തിത്വമാണ്, 2 നിലപാടാണ്, 2 ചിന്താഗതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടോക്കാണ്. ഇത് പറഞ്ഞ് അനീഷാണല്ലോ പറയുന്നത്. പറഞ്ഞ് വന്ന് അവസാനം വഴക്കായി, വൻ വഴക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷും ഈ ആദിലയും നൂറയും കൂടി അവിടെ പോടോ മറ്റവരെ മറിച്ചവരെ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ, നമുക്ക് 2 പേർക്കും നിലപാടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ അങ്ങനെ കണ്ടോ, നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കാണണ്ട, ബാക്കിയുള്ളവരടുത്ത് നിങ്ങൾ പറയണ്ട, നിങ്ങൾ 2 കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ നമ്മൾ പ്രതികരിക്കുമ്പോഴും അതുപോലെ 2 ആയിട്ട് പ്രതികരിക്കും. അപ്പൊ അനീഷ് അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇവരങ്ങോട്ട് പ്രതികരിച്ചു തുടങ്ങുന്നു. അനീഷിനിപ്പോ സാധാരണ ഒരു കണ്ടസ്റ്റന്റോട് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് അയാൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഇതിപ്പോ ഇവർ 2 പേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് 2 പേരുടെ വായിരിക്കണം കേട്ടോ. അനീഷ് തെക്ക് വടക്കാൻ നടക്കുകയാണ്. നോക്കാം, ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എല്ലാവരെയും പിരിച്ചു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ടാസ്കിന് വേണ്ടി ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടാസ്ക് വരും. അപ്പൊ അതിന്റെ ലൈവ് അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പൊ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.